പാലും മത്സ്യവും തൈരും മാംസവും ചെമ്മീനും പായസവും കഴിക്കരുത്. അതായത് കോമ്പിനേഷനായിട്ട് കഴിക്കരുത്. നമ്മുടെ കാരണവന്മാരായിട്ട് തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടുള്ളത്. എന്താണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്രം? പാലിലെ പ്രോട്ടീനും മത്സ്യത്തിലെ പ്രോട്ടീനും വളരെ ഡിഫറന്റ് ആയിട്ടുള്ളവയാണ്. ഈ രണ്ട് പ്രോട്ടീനും ദഹനശേഷം ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുമ്പോൾ ബ്ലഡിൽ നിന്ന് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ബ്ലഡിലുണ്ടാവാൻ സാധ്യതയുള്ള ഈ ആന്റിബോഡികൾ ചുവന്ന വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനത്തെ വളരെയധികം ബാധിക്കുന്നു. അവർക്ക് അവരുടേതായ കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മത്തെ, അതായത് പ്രതിരോധ ശേഷി തുടങ്ങിയ കാര്യങ്ങളുടെ പ്രവർത്തനത്തിന് ബാധിക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തില് പ്രതിരോധ ശേഷി പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്ഥിരമായി ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന ആളുകളില് ഈ ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്ത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആമവാദം പോലുള്ള അസുഖങ്ങൾ, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന രോഗത്തിന് ഏകദേശ കാരണങ്ങൾ ഇതൊക്കെയാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പോൾ ഭക്ഷണങ്ങൾ എല്ലാവരും കഴിക്കുക, എല്ലാ ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കുക. പക്ഷെ എങ്ങനെയൊക്കെ കഴിക്കണമെന്നുള്ള ഒരു ബോധം